ഫാദർ ചാക്കോ ചെറുവത്തൂരിന് കണ്ണീരോടെ വിട നൽകി വിശ്വാസി സമൂഹം. ആകസ്മികമായി സംഭവിച്ച സ്ട്രോക്കിനെ തുടർന്ന് സെപ്റ്റംബർ 23-നാണ് ഫാദർ ചാക്കോ ചെറുവത്തൂർ ഈ ലോകത്തോട് വിട പറയുന്നത്. കേവലം 64 വർഷം മാത്രമേ ചാക്കോച്ചൻ ജീവിച്ചുള്ളൂ എങ്കിലും ധാരാളം ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും അനേകർക്ക് നന്മ ചെയ്തുമാണ് കടന്നുപോയത്. ആവശ്യക്കാർക്ക് എന്നും താങ്ങും തണലുമായിരുന്ന മനുഷ്യസ്നേഹിയായിരുന്നു ചാക്കോച്ചനെന്ന് സഹപ്രവർത്തകരായ വൈദികർ പറയുന്നു. എന്നും ദൈവജനത്തിന്റെ ആത്മീയ ഉന്നമനത്തിനായുള്ള ഓട്ടത്തിലായിരുന്നു ചാക്കോച്ചൻ. സെപ്റ്റംബർ 23-ന് ചാക്കോച്ചൻ വികാരിയായി സേവനം ചെയ്തിരുന്ന നടത്തറ സീക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ശേഷം സെപ്റ്റംബർ 24-ന് തൃശൂർ വൈദിക മന്ദിരത്തിലും തുടർന്ന് സഹോദരൻ ജോൺസന്റെ ഭവനത്തിലും പൊതുദർശനത്തിന് വെച്ചു. ഭവനത്തിലെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം ഭൗതിക ശരീരം ഏനമാവ് കർമ്മലമാതാ ദേവാലയത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. ദൈവജനത്തിന്റെ ആത്മീയ വളർച്ചയ്ക്കായി അക്ഷീണം പരിശ്രമിച്ച വ്യക്തിയായിരുന്നു ചാക്കോച്ചനെന്ന് വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ മാർ ടോണി നീലങ്കാവിൽ വ്യക്തമാക്കി. ചാക്കോച്ചന് മനുഷ്യരോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ മരണത്തിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നതിന് ഉത്തമ തെളിവാണ് മരണശേഷം അദ്ദേഹം തന്റെ കണ്ണുകൾ ദാനം ചെയ്തത് എന്നും മാർ ടോണി നീലങ്കാവിൽ വെളിപ്പെടുത്തി. ചാക്കോച്ചൻ ഒരു ആത്മീയ ഉണർവ് പകരുന്ന സാന്നിധ്യമായിരുന്നു. അച്ഛനിരുന്ന ഇടവകകളിലൊക്കെ വളരെ വലിയ വചനപ്രഘോഷണങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട്. പുത്തൂർ ഇടവകയിൽ അച്ഛൻ നടത്തിയിട്ടുള്ള ബൈബിൾ കൺവെൻഷനുകൾ ആ ഇടവകയ്ക്കും ഇടവകയ്ക്ക് പുറത്തു നിന്നുമൊക്കെ ഒത്തിരി പേരെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളില് നല്ലൊരു സംഘാടകനായിരുന്നു. എന്നാൽ ഈ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും കാര്യക്ഷമമാകണം, അത് മികവുള്ളതാകണം, മിഴിവുറ്റതാകണം എന്ന് അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നു. ആവേശത്തോടുകൂടെ പൗരോഹിത്യം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു വൈദികനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ. വീട്ടിലും ദൈവാലയത്തിലുമായി സഹപാഠികളും സഹപ്രവർത്തകരുമായ 100-ലേറെ വൈദികർ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. ഒപ്പം 100 കണക്കിന് സന്യസ്തരും അൽമായരും ചാക്കോച്ചന് യാത്രാമൊഴി നേരാൻ എത്തിയിരുന്നു. ഷെകിന ന്യൂസ്, തൃശൂർ.